ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു മീൻ കടായിയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായും സ്കിപ്പ് ചെയ്യാതെ ഫുൾ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. ആദ്യമായി വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. മീൻ കടായിലേക്ക് ആവശ്യമായ ചേരുവകൾ എന്തൊക്കെയെന്ന് നോക്കാം. 9 തക്കാളി ചെറുതായി വെട്ടിയത്, 3 വലിയുള്ളി ചെറുതായി വെട്ടിയത്, ചെറിയ ജീരകം പൊടിച്ചത്, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മീൻ മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. കഴുകിയെടുത്ത മീൻ ഒരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം 3/4 ടീസ്പൂൺ മീൻ മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് എന്നിവ ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഒരു ഫ്രൈ പാൻ വെച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായതിന് ശേഷം നമ്മുടെ മീൻ ഫുള്ളായി ഒന്ന് പൊരിച്ചെടുക്കാം. അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മീനൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മീനെല്ലാം പൊരിച്ചെടുത്തതിന് ശേഷം കടായിലേക്കുള്ള മസാല തയ്യാറാക്കാം. എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം ഇതിലേക്ക് ചെറുതായി വെട്ടിവെച്ച വലിയ ഉള്ളി, ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഉള്ളി വാടിയതിന് ശേഷം ചെറുതായി വെട്ടിവെച്ച തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി നല്ലതുപോലെ ഉള്ളിയുമായി മിക്സ് ചെയ്യുക. അതിനുശേഷം തക്കാളി വേവുന്നതിനായി ഒരു 5 മിനിറ്റ് അടച്ചു വെക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് തക്കാളി ഒന്ന് വാടിയതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഫിഷ് മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ജീരകപ്പൊടി എന്നിവ ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതൊരു 5 മിനിറ്റ് നേരം അടച്ചു വെക്കാം മസാലയുടെ പച്ചമണം മാറുന്നതിനായി. 5 മിനിറ്റ് കഴിഞ്ഞ് മസാലയുടെ പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് തക്കാളി സോസ് ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിന് കുറച്ച് മല്ലിച്ചപ്പ്, അതിന് ശേഷം നമ്മൾ പൊരിച്ചു വെച്ച മീൻ ചേർത്ത് കൊടുക്കുക. ഇത് നല്ലതുപോലെ ഗ്രേവിയുമായി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ മീൻ കടായി തയ്യാറായിരിക്കുകയാണ്. മീൻ കടായി ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇത് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ള ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.
മറ്റൊരു ഐറ്റവുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.